ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ബി ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ സീസൺ 7 തുടങ്ങിയ സമയം മുതൽ നമ്മൾ കാണുന്നതാണ് ഓരോ വ്യക്തികൾ. അവന് ശരിയല്ല, അവൾ ശരിയല്ല, അവൻ്റെ നോട്ടം ശരിയല്ല, അവൻ്റെ പിടുത്തം ശരിയല്ല, അവന് അവളുടെ പ്രേമം മറ്റേത് മൊത്തം കണ്ടൻ്റ് അല്ലാതെ അതിനകത്ത് നല്ലൊരു കണ്ടൻറ്റ് പുറത്ത് വരുന്നില്ല. സീരിയസ്ലി പറയാം, ശരിക്കും ഒരു കണ്ടൻ്റാണ് മൊത്തം ബി ഹൗസിനടുത്തുള്ളത്. അല്ലാതെ വേറെ ഒരു നല്ല കണ്ടൻറ്റ് പോലും ഒരു വ്യക്തികൾ പോലും പറയുന്നില്ല. അത് ഇന്നലെ ഒരുത്തൻ പുറത്തറിയപ്പോൾ അവൻ പറയുന്നത് ജെസ്സിയിലും ആര്യയും പല വൃത്തികേടും കാണിക്കുന്നുണ്ടെന്ന്. അതുപോലെ അനുമോള് പറഞ്ഞു. അനുമോള് പറഞ്ഞത് തെളിവ് പോലും ബിഗ് ബോസ് നിന്ന് പുറത്ത് വിടാതെയാണ് ആ ഒരു പറച്ചിൽ തുടങ്ങിയതാണ് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഷാനവാസ് പറയുന്നത് നെവിൻ്റെ ആ ഒരു രീതി ശരിയല്ല എന്ന്. കാരണം ജെൻഡർ പോലും തെളിയിക്കാൻ പറ്റാത്തൊരു വ്യക്തിനെയാണ് ഈ ബി ഹൗസിൽ എടുത്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പല രീതിയിൽ പല ജെൻഡേഴ്സിനും അവിടെ പല കോട്ടകളും ഉണ്ട്. പക്ഷേ അതേ കോട്ടയിൽ തന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടെ നെവിന്. നമുക്ക് എല്ലാവർക്കും, ഞങ്ങളാരും കാണുന്ന പൊട്ടന്മാരല്ല. പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആൾക്കാരായാലും അതുപോലെ എന്താ പറയുക, ഏഷ്യനെറ്റ് ആയാലും ചിന്തിക്കുക, ഞങ്ങൾ പ്രേക്ഷകർ പൊട്ടന്മാരല്ല. ഞങ്ങളുടെ സമയത്തിന് ഞങ്ങൾക്ക് വാല്യൂ ഉണ്ട്. ഞങ്ങൾ ഈ സമയം കളഞ്ഞ് ഈ ടി വിയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കണ്ടൻറ്റ് അല്ലാതെ ഇങ്ങനെയുള്ള ചീപ്പ് കണ്ടൻറ്റ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കാതെ. ആ പെൺകുട്ടി പറഞ്ഞാൽ എന്താ തെറ്റ്? കൊച്ചു കുട്ടികൾ വരെ കാണുന്ന ഷോയാണിത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവനവൻ്റെതായിട്ടുള്ള നിലനിൽപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഇങ്ങനൊരു ഷോ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പ്രേക്ഷകരെ മണ്ടന്മാരാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം. അവിടെ കുറേ അലവലാദികളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് അവന്മാർ കാണിക്കുന്നതെല്ലാം ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന് ഈ സോഷ്യൽ മീഡിയ വരുന്നത് കണ്ടോണം, ഇതും കണ്ടോണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ നിന്ന് പുറത്താക്കുക, അതാ ചെയ്യണം. ഇത് ഫസ്റ്റ് അനുമോളിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു വ്യക്തിയുടെ ചീപ്പ് ഷോ. ഇപ്പം ഇത് എവിടെ വന്ന് നിൽക്കുന്നു? നാണമില്ലയോ എന്ന് ആലോചിക്കുക. ബിഗ് ബോസിന് പോലും കേട്ടിട്ട് നാണമില്ലയോ എന്ന് ആലോചിക്കുക. സീരിയസ്ലി ഇത്രയാണ് കേസ് പറയാനുള്ളത്. വെറും ചീപ്പ് ഷോ. കാരണം ഇത് കാണൽ നിർത്തുന്നതാണ് ബെറ്റർ എന്ന് നമുക്ക് തോന്നിപ്പോവാണ്.